അവർ അറിയാതെ എങ്ങനെ 3 ദിവസം അവിടെ താമസിക്കും? അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. എന്തുവാടെ ഇത്? 3 ദിവസം ഇവിടെ താമസിച്ചു, മൺഡേ രാവിലെ മാറിത്തരണം എന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി, എന്നോട് പോലും പറഞ്ഞില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചതെന്ന് പുള്ളി പറയുന്നു. പുള്ളി നല്ല കലിപ്പില്ല. ഇനി പോലീസ് കംപ്ലൈൻറ്റിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട്. പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ? പിന്നെ വീടിൻ്റെ വീഡിയോ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് വേറെ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരുണിമയുടെ കാര്യത്തിൻ്റെ അകത്ത് അമേരിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അത്യാവശ്യം നമ്മുടെ യൂട്യൂബും സോഷ്യൽ മീഡിയ കാണുന്നവരെല്ലാവരും കണ്ടൊരു വീഡിയോ ആയിരുന്നു. ആ പോയ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നട്ടപ്പാതിരാത്രിക്ക് ആ വീട്ടിൽ നിന്ന് അവരെ അവിടെ താമസിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയ മനുഷ്യൻ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം അരുണിമ എല്ലാവരും നൈസായിട്ട് ട്വിസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് ഈ ജോർജ് എന്ന് പറഞ്ഞ പുള്ളി തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. ആ വിഷയം നമുക്ക് വിശദമായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ അരുണിമ ഇതിനൊരു എക്സ്പ്ലനേഷൻ പബ്ലിക്കിന് ശേഷം ഇപ്പം തീർച്ചയായിട്ടും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും ആവശ്യമാണ്. ആ ഒരു മനുഷ്യനെ ഇങ്ങനെ താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതവിടെ സ്റ്റേഷൻ അവിടെ പോലീസിന് കംപ്ലൈൻറ്റും പോയിട്ടുള്ള കേസാണ് കേട്ടോ. അപ്പോൾ എന്താണ് നടന്നതെന്നുള്ള കാര്യം വിശദമായിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്, അത് പിന്നാലെ കാണാം. അതിനു മുമ്പ് അരുണിമ പറഞ്ഞത് കുറച്ചധികം അരുണിമയുടെ വീഡിയോക്കകത്ത് തന്നെ ഒരു ചില കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അത് നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. നമുക്കത് നോക്കാം. ഒരു സമാധാനം, നല്ല ചൂടുണ്ട്. എൻ്റെ കൂടെ വന്നിട്ടുള്ള ജോർജ് അങ്കിൾ ഉണ്ടല്ലോ, വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വേറെ കുറച്ച് മലയാളീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പം അവരെന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. കേട്ടല്ലോ, അതായത് ഈ പുള്ളിക്കാരത്തിയെ ഇവിടെ മെട്രോയിലോ എവിടെ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോയി, അഥവാ ജോർജ് എന്നുള്ള വ്യക്തി തിരിച്ചു പോയി. അപ്പം ഇവിടെ ഈ പുള്ളിക്കാരത്തിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളി സുഹൃത്ത് പറഞ്ഞു, അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അരുണിമ അവിടെ നിൽക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വിശദമായിട്ട് കേൾക്കണേ. അത് നിങ്ങൾ അഥവാ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 13 മിനിറ്റ് ആ സമയമാകുമ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. 13 അല്ല 12 മിനിറ്റിന് ശേഷം. ഓക്കെ, അപ്പം അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് തന്നെ നല്ല ഏജുള്ള ആളാണ്, അപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞു, പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. എന്താ പറയുക, എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു, ഭയങ്കര സ്നേഹമാണ്. ഇതാണപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ്, റൈസും ചിക്കനും. എന്താ അവസ്ഥ എന്നറിയില്ല, കണ്ടിട്ട് മന്തി റൈസൊക്കെ പോലെ ഉണ്ട്, കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയൂ. ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ, അതായത് ട്രെയിൻ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നിന്നിട്ടൊക്കെയാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഓക്കെ വിശക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ലേ, ആ മനുഷ്യൻ ഭക്ഷണം അടക്കം മാറ്റി കൊടുത്തിട്ട് പോയി. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പം അരുണിമ പറയുന്നത്. ഭക്ഷണത്തിനെ കുറിച്ചും പുള്ളിക്കാരത്തി പറഞ്ഞു കേട്ടല്ലോ. ചിലപ്പോൾ അവരിങ്ങനെ തന്നെ സംസാരിക്കുന്നതായിരിക്കാം, പക്ഷെ മറ്റൊരാൾ വാങ്ങിച്ചു കൊടുത്തൊരു ഭക്ഷണമാണ് എന്നുള്ള കാര്യം ഓർക്കണം. നമ്മളടുത്തെങ്കിൽ ഇവിടെയും പോയിട്ട് വാങ്ങിച്ചിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ട് പറയുമ്പോൾ ഒരു വ്യക്തി നമുക്കൊരു ഭക്ഷണം തന്നിട്ട് പബ്ലിക്കായിട്ടൊരു സാധനത്തിൻ്റെ അകത്തോടെ പറയുമ്പോൾ അയാൾ മോശമായിട്ടുള്ള ഭക്ഷണം പോലെ വിശന്നാൽ കൊള്ളാം അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അരുണിമ ഇത് കാണുവാണെങ്കിൽ അരുണിമ എടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു അല്പം കൂടെ മെച്യൂരിറ്റി കാണിക്കണം കേട്ടോ. കാരണം നിങ്ങളെ കുറ്റപ്പെടുത്താനേ പറയുന്നതല്ല, പക്ഷേ ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ആഹാരത്തിന്റെ കാര്യത്തിനകത്ത് പോലും നടത്തിയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിവേ നിങ്ങളെ അഭിപ്രായം താഴെ പറയാം കേട്ടോ, ബാക്കിയാണ്. മലയാളീസ് വരുന്നില്ല കേട്ടോ, അപ്പൊ പിന്നെ ഞാൻ തിരിച്ച് അങ്ങനെ ഒരുപാട് കഴിക്കാം. എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞ മലയാളീസ് വരുന്നില്ല കേട്ടോ, അപ്പൊ പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. എന്തായാലും അതായത് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ മലയാളികൾ വന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചെന്ന് പറഞ്ഞ വ്യക്തി ഈ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടാകും. അതേ വീട്ടിലേക്ക് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. ഏതാണ്ട് 2-3 ദിവസം ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളാണ്. ഓക്കെ, ആ താമസിച്ചതിന് ശേഷം ലാസ്റ്റ് പുള്ളിക്കാരത്തി വേറെ കൂടുതൽ ആൾക്കാരുടെ കൂടെ അവരെ കാണാൻ മീറ്റ് ചെയ്യാൻ അവരിവിടെ വരാമെന്ന് പറഞ്ഞ് അവർ വന്നില്ല. അതിൻ്റെ ശേഷം ഈ കുട്ടി തിരിച്ച് വീണ്ടും അവിടേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്യാം. വിശക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാം. എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ മലയാളീസ് വരുന്നില്ല കേട്ടോ, അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. എന്തായാലും തണുപ്പും മഴയൊക്കെയാണ്, സോ നാളെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വരാം. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ട്രെയിനിലൊക്കെ കയറി പോവാം. ഞാനിത് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കാണുന്നതാണ് ഞാനിതാ നിൽക്കുന്നത് പറഞ്ഞിട്ട് ആ കരയുന്ന സാധനം, മനസ്സിലായല്ലോ. സോ ഇതിനുശേഷം നടന്നത് മൊത്തം ആ കുട്ടിയെ അവർ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ മൊത്തം കേട്ടത്. എന്നാൽ അന്ന് നടന്ന സാധനം ഏതാണ്ട് ശനിയാഴ്ചയാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത്.
അതിനുശേഷം ഈ പുള്ളിക്കാരത്തി പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേൾക്കാം. വിചാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടി. അരുണിമ പറയുന്നതിനകത്തൊരു വലിയൊരു കാര്യം ഇവിടെ ആ ഒരു കള്ളം പൊളിയുകയാണ്. വേറെ ഒന്നുമല്ല, വരാമെന്ന് പറഞ്ഞവർ വരാത്തത് കൊണ്ട് മാത്രമാണ് അരുണിമ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വീണ്ടും വന്നത്. വീണ്ടും വന്നിട്ട് ആ സമയത്ത് ആ മനുഷ്യൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. നല്ല ആളായിരുന്നു, പരിചയമുള്ള കുറേ കാലം കൊണ്ട് പരിചയമുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാണ്. ഇനി അരുണിമ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം മിസ്റ്റർ ജോർജ് തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ജോർജ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ജോർജ് ഏട്ടൻ്റെ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് കമൻറ്റ്, ആദ്യം ഞാൻ ഒരു കമൻറ്റ് വായിക്കാം. 3 ദിവസം ആ വീട്ടിൽ താമസിക്കാൻ അവർ അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ ആണ്. വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? 4 വർഷമായി പരിചയമുള്ള ആ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ ഈ കുട്ടി എന്തേ അന്വേഷിച്ചില്ല? ആ വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർക്ക് സമ്മതമാണോ എന്ന് അന്വേഷിക്കേണ്ട കടമ ഈ കുട്ടിക്കുമില്ലേ? അയാൾ സാഹചര്യം പറഞ്ഞില്ല എന്നുള്ളതല്ല, താമസിക്കാൻ ചെല്ലുന്നിടത്ത് സാഹചര്യം അന്വേഷിക്കാത്തതാണ് തെറ്റ് എന്ന് പറയുന്നു. യെസ് എന്ന് ഞാൻ കമൻറ്റ് കൊടുത്തു. അതിൻ്റെ താഴെ ജോർജ് ഏട്ടൻ്റെ കമൻറ്റ്, ഏതാണ്ട് 14 മണിക്കൂറിന് മുമ്പ് ജോർജ് ഏട്ടൻ്റെ കമൻറ്റാണ്. ആരും അവളോട് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. സാറ്റർഡേ ആണ് സംഭവം. അത് നടക്കുന്നത് സാറ്റർഡേ ആണ് സംഭവം. ഈ സാറ്റർഡേ നടന്നതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷമാണ് ഈ പുള്ളിക്കാരത്തി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സാറ്റർഡേ ആണ് ഈ സംഭവം നടന്നത്. മൺഡേ മോർണിംഗ് മാറിത്തരണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. മൺഡേ മോർണിംഗ് മാറിത്തരണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച സംസ്കാരമാകാം എന്ന് അദ്ദേഹം പരുഷമായ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നു. ഇവിടെ ഒരു സാഹചര്യവും കുറവും ഉണ്ടായിട്ടില്ല. അരുണിമ മാത്രമല്ല, വേറെയും വ്ളോഗർമാർ വന്നു എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലെ ഒരുപാട് പേര് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് താമസിച്ചിട്ടുണ്ട്. ഇനിയും വരും, അവർ എൻ്റെ കൂടെ താമസിക്കും, എക്സ്പ്ലോർ ചെയ്യും. വീട്ടിൽ സൗകര്യക്കുറവുണ്ടായാൽ ഞാൻ ഹോട്ടലിൽ താമസിപ്പിക്കും, അതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നാണം കെടുത്തി എന്നുള്ളൊരു കാര്യം ഇവിടെ വ്യക്തമാവുകയാണ്. തീർന്നിട്ടില്ല. അദ്ദേഹം പല കമന്റുകൾക്കും മറുപടി കൊടുക്കുന്നുണ്ട്. രാവിലെ പോകണമെന്നല്ല പറഞ്ഞത്, സാറ്റർഡേ രാത്രിയിൽ പോയാൽ മതി എന്നാണ്. അവൾ രാത്രി തന്നെ പോയിട്ട് വീഡിയോ ഇട്ടത് അവളുടെ പാരൻസ് പഠിപ്പിച്ച കൾച്ചർ എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. പിന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട്, ജന്മനാ ഉള്ളത് കുളിച്ചാൽ പോകുമോ? പിന്നെ ഇവിടെ റൂം 800 ഒന്നും കൊടുക്കണ്ട, $60 ഇവിടെ സ്റ്റാർ ഹോട്ടൽ റൂം കിട്ടും എന്നും പുള്ളി പറയുന്നു. സത്യത്തിൽ സഹായിച്ച ജോർജ് അങ്കിൾ അങ്ങ് ഇല്ലാതെയായി പോയി എന്നുള്ളൊരു കമന്റ് വന്നു. അതിന്റെ താഴെ അദ്ദേഹം തന്നെ വീണ്ടും അതിനകത്ത് കമന്റ് ഇട്ടുണ്ട്. അവളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവൾ എന്നോട് പറയണമായിരുന്നു. ഓക്കെ, ഞാൻ ഉറക്കമായിരുന്നു, എൻ്റെ വൈഫ് അവളോട് രാത്രി പോകരുതെന്ന് വിലക്കി, എങ്കിലും അവൾ കേൾക്കാതെ ഇറങ്ങിപ്പോയി, അവളുടെ നാടോടി സംസ്കാരം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്കിട്ട് തോന്നുന്നത് അത് ഇങ്ങനെ സംസാരിക്കും. സോ ആ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. ആ പുള്ളിക്കാരനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടിട്ടിട്ട് നമ്മളും ചിന്തിക്കുന്ന വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഒന്ന് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. മറിച്ചിപ്പോൾ ഈ പുള്ളി തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് പറയുകയാണ് അങ്ങനെയല്ല കാര്യങ്ങളെന്ന്. കാര്യം അറിയാതെ കമൻറ്റ് പറയരുത്, അവൾ ചെയ്തത് അവളുടെ നാടോടി സംസ്കാരം എന്ന് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി പോലീസ് കംപ്ലൈൻറ്റിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട്. പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ? പിന്നെ വീടിൻ്റെ വീഡിയോ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് വേറെ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരുണിമയുടെ കാര്യത്തിൻ്റെ അകത്ത് അമേരിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വീടിൻ്റെ വീഡിയോ എടുത്തതിന് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് രാത്രി ആ വീട് വിട്ട് ഇറങ്ങിപ്പോയതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാന്നുള്ള പേരിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരുണിമയ്ക്കെതിരെ ഓൾറെഡി അവിടെ കേസും ആയിട്ടുണ്ട്, ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് ജോർജ്. പിന്നെ വേറെ നമ്മുടെ ഒരു ചാനലുണ്ട്, ഡോക്ടർ സൗമ്യ കരുണാകരൻ. പുള്ളിക്കാരത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, ഫിൻലാൻഡ് മല്ലു പറഞ്ഞ കാര്യം കറക്റ്റാണ്. അദ്ദേഹം ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും അല്ലാതെ ആയില്ലേ? പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ അതിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. യൂട്യൂബിൽ ഇടാതെ മലയാളി യൂട്യൂബേഴ്സിന് മതിയായിരുന്നു എന്നുള്ള കമൻറ്റ് സത്യമാണെന്ന് ഞാനും പറഞ്ഞു. അതിൻ്റെ താഴെ പുള്ളിക്കാരുടെ ഒരു കമൻറ്റ് ഉണ്ട്, അവളോട് രാത്രി ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടെ കഴിഞ്ഞ് മൺഡേ മോർണിംഗ് മാറിത്തരണമെന്ന് മാത്രമാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. പക്ഷേ രാത്രി തന്നെ അവൾ എന്നോട് പോലും പറയാതെ ഇറങ്ങിപ്പോയത് വീഡിയോ ഇട്ടതും അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച നാടോടി സംസ്കാരമായിരിക്കും എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നു. അത് പോരാഞ്ഞിട്ട്, അല്ല അവർ അറിയാതെ എങ്ങനെ 3 ദിവസം അവിടെ താമസിക്കും? ഓക്കെ, നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ അറിയാതെയാണോ അരുണിമ ഈ വീട്ടിൽ വന്ന് താമസിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അല്ല, അവർ അറിയാതെ എങ്ങനെ 3 ദിവസം അവിടെ താമസിക്കും? അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. എന്തുവാടെ ഇത്? 3 ദിവസം ഇവിടെ താമസിച്ചു, മൺഡേ രാവിലെ മാറിത്തരണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി, എന്നോട് പോലും പറഞ്ഞില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചതെന്ന് പുള്ളി പറയുന്നു. പുള്ളി നല്ല കലിപ്പിലാണ്. ഞാൻ അവളെ ഒരു മകളെ പോലെ എല്ലാ സഹായം ചെയ്തു കൊടുത്തു, എന്നോട് പോലും പറയാതെയാണ് അവൾ രാത്രി ഇറങ്ങിപ്പോയത്. അരുണിമയെ ആരും ഇറക്കി വിട്ടില്ല മൂപ്പൻസ്, അവൾ ധാർഷ്ട്യം കൊണ്ടാണ് രാത്രി എന്നോട് പറയാതെ ഇറങ്ങിപ്പോയത്.
അത് അവളുടെ നാടോടി സംസ്കാരം എന്നോട് പുള്ളിക്കാരൻ അതിൻ്റെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് എന്നോട് പറഞ്ഞേക്കുന്നു. താങ്കൾ മനസ്സിലാക്കണം, ആരും അവളോട് രാത്രി ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല. അവൾക്ക് റീച്ച് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്യാൻ അവൾ ക്രിയേറ്റ് ചെയ്തതാണ് സംഭവം എന്ന് പറയുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ നെയിം എൻ്റെ വീടിനെ കാണിച്ച് വീഡിയോ ഇട്ടതിന് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അരുണിമയുടെ കുടുംബ സംസ്കാരം ഒക്കെ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നോട് പോലും പറയാതാണ് പോയത്. ഈ വീഡിയോ കാണിച്ച് രണ്ടിത്തരം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയും. തീർച്ചയായും അതേ അവൾ എന്നോട് പോലും പറഞ്ഞില്ല. സോ യൂട്യൂബിലോട്ട് റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ മറുപടി പറയുന്നു. അപ്പോൾ എന്തായിരുന്നാലും അരുണിമ ഈ ഒരു കാര്യം ഇപ്പം അദ്ദേഹം എൻ്റെ കമൻറ്റ് ജോർജിന് തന്നെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ശരിയാണെങ്കിൽ നമ്മുടെ അരുണിമ ചെയ്തേക്കുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ട് ആ നാട്ടുകാരുടെ ഒരു സംസ്കാരം മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നമ്മുടെ നാടുകളും അവിടെ തിങ്ങി നെരുങ്ങി താമസിക്കുന്നുണ്ട്. ഒരുപാട് മലയാളികൾ എനിക്കറിയാം. അവരുടെ പല ആൾക്കാരും എന്നോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും സംഭവിക്കത്തില്ല. അതായത് പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സിനെ താമസിപ്പിക്കത്തില്ല, എങ്കിലും 3 ദിവസം അവിടെ താമസിപ്പിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ വരാത്തതുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് പിന്നെ ആ ഒരു നിങ്ങളുടെ എല്ലാ ഡേർട്ടി ആയിട്ടുള്ള ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ സംവിധാനവും കൊണ്ടു നടന്ന് എല്ലാം കറക്കി കാണിച്ച് ആ ഒരു കുടുംബത്തിനോട് ഇത് കാണിച്ചത് തെറ്റാണ്. ഓക്കെ, അത് എന്തായിരുന്നാലും നിങ്ങളൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഇത്രയും 5 മില്യണോളാണ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള ആ വീഡിയോ റീച്ച് ആയത്. ഇത് ഒത്തിരി 2-2.5 ലക്ഷം പേര് യൂട്യൂബിൽ കണ്ടു, റിയാക്ഷൻ ചാനൽസ് ഒത്തിരി പേര് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊരു മറുപടി കൊടുക്കുന്നത് മാന്യമായ രീതിയിൽ ഒരു നല്ല കാര്യമായിരിക്കും. ആ മനുഷ്യനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ തേജോവധം ചെയ്ത് അയാൾ ചെയ്യുന്ന ഹെൽപ്പിനെ നിങ്ങൾ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്തതിന് നിങ്ങളൊരു മറുപടി കൊടുക്കുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യം. ഇനി ഇത് കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജോർജ് ഏട്ടൻ ഇതിനകത്ത് നിരപരാധിയാണെന്നാണ് എനിക്ക് ഫീൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.